എല്ലാവർക്കും നമസ്തേ. അങ്ങനെ കേരളത്തിലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR നടപ്പിലാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള പ്രഖ്യാപനം നടത്തി അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഇടതു വലതു മുന്നണികളെ ഒട്ടൊന്നുമല്ല ഭയപ്പെടുത്തിയിരിക്കുന്നത്. അവരിതിനെ ശക്തമായി എതിർക്കുകയാണ്. നമ്മൾ അടുത്ത സമയത്ത് കണ്ടിത് ആദ്യഘട്ടം ഇത് നടപ്പാക്കിയത് ബീഹാറിലായിരുന്നു. അവിടെ ഈ റോഹിംഗ്യൻസ് ബംഗ്ലാദേശികൾ ഉൾപ്പെടെ 10-50 ലക്ഷത്തിലേറെ ആൾക്കാരാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അതായത് ഇവരെയൊക്കെ കോൺഗ്രസ് അല്ലെങ്കിൽ RJD ഇതേപോലുള്ള പാർട്ടികൾ അവരുടെ വോട്ട് ബാങ്കായിട്ട് കരുതിക്കൊണ്ട് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ ഈ തീവ്രവാദികളെ വോട്ടർ പട്ടികയിൽ ചേർത്ത് വോട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അത്തരക്കാരെ അതിൽ നിന്ന് പുറത്താക്കി. അപ്പോഴേക്കും ഇതിനെതിരെ രാഹുൽ ഗാന്ധിയുടെ പ്രകടനം ഉണ്ടായിരുന്നു, റാലി ഉണ്ടായിരുന്നു, RJDയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇതൊന്നും വില പോകാതായപ്പോൾ അവർ സുപ്രീം കോടതിയിൽ പോയി ഇത് തടയണം എന്ന് പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി അത് തടഞ്ഞില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അനുവാദം കൊടുത്തു, ചില നിബന്ധനകൾ വെച്ചു എന്ന് മാത്രം. സുപ്രീം കോടതിയുടെ നിബന്ധനകൾക്കനുസൃതമായി തന്നെ ഇവർ മുന്നോട്ട് പോയി 50 ലക്ഷത്തിലേറെ ആൾക്കാർ പുറത്താകുകയും ചെയ്തു. ഇതേ രീതിയിൽ കേരളത്തിലും സംഭവിക്കും എന്നുള്ള ഒരു ഭയപ്പാടിലാണ് LDF UDF. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ഈ രണ്ടു കക്ഷികളും അട്ടിമറിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾക്കറിയാവുന്നതാണ്. ഒന്നിൽ കള്ളവോട്ടുകൾ, അല്ലെങ്കിൽ ഇതേപോലുള്ള ദേശവിരുദ്ധ ശക്തികളെ, ദേശവിരുദ്ധരായിട്ടുള്ള ജനവിഭാഗത്തെ, അന്യ രാജ്യക്കാരെ അവർ വോട്ടർ പട്ടികയിൽ ചേർത്തും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നതാണ്. ഇതിനി നടക്കുകയില്ല. ഈ വ്യാജ വോട്ടർമാർ ഈ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടും എന്നുള്ള ഭീതിയിലാണ് ഇടതും വലതും മുന്നണികൾ. അവരത് വളരെയേറെ ദോഷകരമായി ബാധിക്കും എന്നറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഇവർ ഇതിനെ ശക്തമായി എതിർക്കുന്നത്. അതിനവർ കാരണം പറയുന്നത്, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ തയ്യാറെടുപ്പിലാണ് കേരളം. അടുത്ത മാസം അത് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയാൽ ഈ അർഹരായ പലരും ഇതിൽ നിന്നും പുറത്താക്കപ്പെടും എന്നുള്ള ഒരു മുടന്തൻ ന്യായമാണ് ഈ ഇടതും വലതും മുന്നണികൾ, വിശിഷ്യ കോൺഗ്രസും CPM-ഉം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും ഇതിനെ നീട്ടിക്കൊണ്ടുപോവുക. അത് കഴിയുമ്പോൾ ഇത് തുടങ്ങി വെക്കാമെന്ന് വെച്ചാൽ അന്നേരം അവർ പറയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 5-6 മാസമേ ഉള്ളൂ, അത് ഇപ്പോൾ നടത്തണ്ട എന്ന് പറയും, അത് കഴിയട്ടെ എന്ന് പറയും. അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത എന്തെങ്കിലും കാരണം കണ്ടെത്തും. ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാം എന്നാണ് ഈ രണ്ട് മുന്നണികളും കരുതുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അതിന് ഒട്ടും തന്നെ വഴങ്ങാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ തീരുമാനം അനുസരിച്ച് അവർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, രാജ്യവ്യാപകമായി തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നടപ്പാക്കാൻ പോകുന്നത്. രാജ്യത്തിൻ്റെ ഏതൊരു കോണിലും ഇതേപോലെ ഈ ഉള്ള ആൾക്കാർ വോട്ടർ പട്ടികയിൽ കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ, അതായത് ബംഗ്ലാദേശികൾ, റോഹിംഗ്യൻസ്, പാകിസ്ഥാനികൾ ഇതുപോലുള്ളവർ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം പുറത്താക്കി ഇത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ
സാധ്യമാകുന്നത്, പൂർത്തിയാകുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന് വളരെയേറെ അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ നാട്ടിലെ വിഭവങ്ങൾ അനുഭവിക്കേണ്ടത് നമ്മുടെ ഇന്ത്യക്കാരാണ്. അതിനകത്ത് ഈ ജാതിയും മതമൊന്നുമില്ല. ഇന്ത്യക്കാരായിട്ടുള്ള ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, മുസ്ലിം ആകട്ടെ, സിഖ് ആകട്ടെ, അങ്ങനെയുള്ള യഥാർത്ഥ ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളാണ് ഈ ബംഗ്ലാദേശികളും രോഹിംഗ്യൻസും ഒക്കെ നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറിയിട്ട് വ്യാജ ID കാർഡും വ്യാജ റേഷൻ കാർഡും ഉൾപ്പെടെ ഉണ്ടാക്കി തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഈ ഇന്ത്യൻകാർക്ക് ലഭിക്കേണ്ട ആ സൗകര്യങ്ങൾ മൊത്തം ഇങ്ങനെ കടന്നു കയറിയ ഇക്കൂട്ടർ രാജ്യവിരുദ്ധരായിട്ടുള്ള ആൾക്കാർ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടിത് നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ ഇവർ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു, നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആൾക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ ജനങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. സർവാത്മന ഇതുമായി സഹകരിച്ചു പോവുകയാണ് വേണ്ടത്. ഈ ഒരു പരിഷ്കരണം കാരണം ഒരു യഥാർത്ഥ പൗരന്, ഒരു ഇന്ത്യൻ പൗരന് ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല. അവൻ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നുമില്ല. അവൻ്റെ ആ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ള ഒരു ഭീതി കൊണ്ടാണ് ഈ ഇടതും വലതും മുന്നണികൾ, അല്ലെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും ഇതിനെതിരെ വ്യാജ പ്രചരണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അവരൊക്കെ പറയുന്നത് എന്താണ്? ഇത് നടപ്പാക്കിയാൽ ഇന്ത്യൻ പൗരന്മാരെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് BJPയുടെ താല്പര്യമനുസരിച്ച് BJPക്ക് വോട്ട് ചെയ്യാത്ത ഇന്ത്യൻ പൗരന്മാരെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യും എന്ന വ്യാജ പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് BJP അല്ല ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത്. ഈ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഇത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത്. അല്ല കേന്ദ്ര ഗവൺമെൻറ്റോ BJPയോ സംസ്ഥാന ഗവൺമെൻറ്റുകളോ ഒന്നുമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് നടത്തുന്നത്. അതിന് അവർക്ക് അവകാശമുണ്ട്. കാരണം അവർക്ക് രാജ്യ താല്പര്യം അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. ഏതൊരു തെരഞ്ഞെടുപ്പായാലും വോട്ടർ പട്ടിക പരിഷ്കരണമായാലും അവരുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം രാജ്യ താല്പര്യവും രാജ്യസുരക്ഷയുമാണ്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു, അവർ നടപടികളെടുക്കുന്നു, ഈ വോട്ടർ പട്ടിക പരിഷ്കരണമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ രാജ്യക്കാരല്ലാത്ത വ്യാജന്മാരെ അവർ കണ്ടെത്തി അവർ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇതിൽ ഭയപ്പെടാൻ, സാധാരണ ജനങ്ങൾക്ക് ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളാരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന ഒരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുകയില്ല എന്നുള്ള കാര്യം കോടതിയെയും അറിയിച്ചിട്ടുണ്ട്. അതായത് ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരനെ, അല്ലെ വോട്ടറെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഒരു ഉദ്ദേശവും ഇല്ല എന്നും വ്യാജമായി ഇതിനകത്തിൽ കടന്നു കയറിയവരെ പുറത്താക്കുക എന്നുള്ളതുമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്ദേശമെന്നും, അതേപോലെ തന്നെ പലയിടത്തായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളവരെ അത് ഒരിടത്ത് മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നത് നടപടിയും ഉണ്ടാകും എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് എന്നുള്ള കാര്യം പൊതുജനങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഈ രാഷ്ട്ര സുരക്ഷയെപ്പോലും മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ
തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് സംരക്ഷണം നൽകണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ മുന്നണികൾക്കുള്ളത് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.